ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ കൂട്ടുകാരുടെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ആൻസേഴ്സുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്കായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിന്ന് മറ്റൊരു പുതിയ ചോദ്യപേപ്പർ പരിചയപ്പെടാം കേട്ടോ. മക്കളെല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് കൂട്ടുകാർക്ക് ഒന്നാമത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മക്കൾക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അവിടെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരും ക്ലാസ്സിൽ. എന്നിട്ട് ആ ഒരു സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾക്ക് ടീച്ചർ സ്റ്റോറി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി നമ്മുടെ ചോദ്യ പേപ്പറിൽ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പം മിസ്സ് നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ സ്റ്റോറി ഇതാണ്. മിസ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ് പറഞ്ഞല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഉണ്ടായിരിക്കില്ല. ലിസൺ ടു ദി സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. മദർ ഷുഡ് റീഡ് ദി സ്റ്റോറി ഫോർ ദി ചൈൽഡ് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അമ്മ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തന്നിട്ട് മക്കൾ അതിന് ആൻസർ പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. വൺ സാറ്റർഡേ മോർണിംഗ് മീര വാസ് വാക്കിംഗ് ടു ദി ലൈബ്രറി വെൻ ഷീ നോട്ടീസ്ഡ് എ ബ്രൗൺ വാലറ്റ് ലൈനിങ് നിയർ ദി ബസ് സ്റ്റോപ്പ്. ഷീ പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, ബട്ട് നോ വൺ സീംഡ് ടു ബി സെർച്ചിങ് ഫോർ ഇറ്റ്. ഇൻസൈഡ് ദി wallet, she found some money, an identity card and a small note with a phone number. Meera felt confused for a moment. She needed money to buy a new storybook, but she remembered her parents' words about honesty. She decided to do right thing. Meera went to the nearby police station and handed over the wallet. Later that evening, Meera received a phone call. The wallet belonged to an elderly man who had lost it while traveling. He thanked Meera for her honesty and returned to collect his wallet. Meera went home feeling proud and happy. Okay മക്കളെ, എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ദിവസം നമ്മുടെ മീര എന്ത് ചെയ്യാണ്? ലൈബ്രറിയിലേക്ക് പോകുന്ന വഴി അവൾ എന്ത് ചെയ്തു? എന്ത് കണ്ടു മക്കളെ? അവൾക്ക് താഴെ നിന്നൊരു വാലറ്റ് കിടക്കുന്നതായിട്ട് കണ്ടിട്ട് അവളത് എടുത്തു അല്ലേ. വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ പണമൊക്കെ സൂക്ഷിക്കുന്ന പേഴ്സിനെയൊക്കെയാണ് വാലറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവളതെടുത്ത് ചുറ്റും നോക്കിയിട്ടോ, പക്ഷെ അത് തിരയുന്ന ആരെയും അവളപ്പോൾ കണ്ടില്ല അല്ലേ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ആ വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അവൾക്ക് അതിനുള്ളിൽ നിന്ന് കുറച്ച് പൈസയും അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി കാർഡും അതുപോലെ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുള്ള ചെറിയൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം മീരയ്ക്ക് കുറച്ച് കൺഫ്യൂഷനായി. എന്താണ് കാര്യം? അവൾക്ക് പൈസ വേണമായിരുന്നു അല്ലേ. എന്തിനാണ്? ഒരു ന്യൂ സ്റ്റോറി ബുക്ക് മേടിക്കാനായിട്ട് അവൾക്കൊരു പൈസ വേണമായിരുന്നു. പക്ഷേ ആ സമയത്താണ് അവൾ മറ്റൊരു കാര്യം ഓർത്തത്. അവളുടെ പാരൻസ് പറഞ്ഞ വാക്കുകളിലെ എന്തിനെക്കുറിച്ച്? അബൌട്ട് ഹോണസ്റ്റി അല്ലേ. ഹോണസ്റ്റിയെക്കുറിച്ചിട്ട് അവളുടെ പാരൻസ് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ അവൾ എന്ത് തീരുമാനിച്ചു? ശരിയായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവൾ വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവൾക്ക് എന്ത് ചെയ്തു? ഈ വാലറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അങ്ങനെ അന്ന് വൈകിട്ട് അവൾക്ക് എന്ത് ചെയ്തു മക്കളെ? ഒരു കോള് വരികയാണ് ചെയ്തത് അല്ലേ. ആ ഒരു വാലറ്റ് കറക്റ്റായിട്ടുള്ള ആൾക്ക് തിരിച്ചു കൊടുത്തു, അതിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ മീരേൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ മീര എന്ത് ചെയ്തു? ഒരുപാട് പ്രൗഡായിട്ട് അവൾ തിരിച്ച് പോവാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരുന്ന സ്റ്റോറി. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 5 മാർക്കിനായിരിക്കും ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കുക കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എല്ലാം തന്നെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് വൺ നോക്കിക്കേ. വേർ ഡിഡ് മീര ഫൈൻഡ് ദി വാലറ്റ്? എവിടെയാണ് മീര വാലറ്റ് കണ്ടത്? അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇൻസൈഡ് ദി ലൈബ്രറിയുടെ ഉള്ളിൽ, നിയർ ദി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്, അറ്റ് ദി മാർക്കറ്റിൽ, ഓൺ ദി റോഡിൽ. എവിടെയായിരുന്നു മക്കളെ? സംശയമുള്ള കൂട്ടുകാരെന്ത് ചെയ്യുക? ആ കഥ ഒന്നുകൂടി ഓർത്ത് നോക്കട്ടെ. ഇവിടെ ഇപ്പം നമുക്ക് വായിക്കാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിൽ നമുക്ക് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി വരുന്ന സമയത്ത് അവിടെ സ്റ്റോറി ഉണ്ടായിരിക്കില്ല. ഓക്കെ,
അപ്പോൾ കൂട്ടുകാർ ഈ ഒരു സ്റ്റോറി ഒന്നുകൂടി നോക്കാം കേട്ടോ. എവിടെയാണെന്ന് കണ്ട മക്കളെ? നിയർ ദി ബസ് സ്റ്റോപ്പ്. എവിടെയാണ്? നിയർ ദി ബസ് സ്റ്റോപ്പ് ആണ് അല്ലേ? ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് അവൾ എന്ത് കണ്ടിട്ടുള്ളത്? ആ ഒരു വാലറ്റ് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വാട്ട് വാസ് ഇൻസൈഡ് ദി വാലറ്റ്? അതായത് ആ വാലറ്റിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഓൺലി മണി ആൻഡ് കീസ്, സം മണി ആൻഡ് ആൻ ഐഡൻറ്റി കാർഡ് ആൻഡ് എ നോട്ട് വിത്ത് ഫോൺ നമ്പർ, എ ഫോട്ടോ ആൻഡ് എ ലെറ്റർ. എന്തൊക്കെയായിരുന്നു മക്കളെ ആ ഒരു വാലറ്റിലുണ്ടായിരുന്നത്? സം മണിയിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ആൻ ഐഡൻറ്റിറ്റി കാർഡ്, ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, ആൻഡ് എ നോട്ട് വിത്ത് എ ഫോൺ നമ്പർ അല്ലേ? ഫോൺ നമ്പർ എഴുതിയിട്ടുള്ളൊരു നോട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. മീര ഫീൽ കൺഫ്യൂസ്ഡ് ബിക്കോസ് ഡാഷ്. എന്തുകൊണ്ടായിരുന്നു മക്കളെ നമ്മുടെ മീര കൺഫ്യൂസ്ഡ് ആയത്? എന്തുകൊണ്ടായിരുന്നു? ഷീ നീഡഡ് മണി ടു ബൈ എ ന്യൂ സ്റ്റോറി ബുക്ക് അല്ലേ? അവൾക്ക് സ്റ്റോറി ബുക്ക് മേടിക്കാനായിട്ട് അവൾക്ക് മണി ആവശ്യമുണ്ടായിരുന്നു അല്ലേ? പൈസ ആവശ്യമുണ്ടായിരുന്നു. അത് ഓർത്തിട്ടാണ് അവൾ എന്ത് ചെയ്ത് കുറച്ച് കൺഫ്യൂസ് ആയതല്ലേ? കാര്യം ആ പേഴ്സിൽ എന്ത് ഇരിപ്പുണ്ട് മക്കളെ? പൈസ ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ ആ പൈസ കിട്ടിയാൽ അവൾക്ക് എന്ത് മേടിക്കാം? സ്റ്റോറി ബുക്ക് മേടിക്കാം. അപ്പോൾ അതെടുത്ത് സ്റ്റോറി ബുക്ക് മേടിക്കണോ എന്നൊക്കെ ആയിരിക്കും അവൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഹെൽപ്ഡ് മീര ഡിസൈഡ് ടു റിട്ടേൺ ദി വാലറ്റ്? അതായത് എന്താണ് മീരയെ ആ ഒരു വാലറ്റ് തിരിച്ചു കൊടുക്കാനായിട്ട് അവളെ സഹായിച്ചത്? എന്തായിരുന്നു മക്കളെ? ഹെർ ഫ്രണ്ട്സ് അഡ്വൈസ്, ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് ആണോ? അല്ലെങ്കിൽ ദ പോലീസ് ഓഫീസേഴ്സ് ആണോ? അല്ലെങ്കിൽ ഹെർ പാരൻസ് വേർഡ്സ് അബൌട്ട് ഹോണസ്റ്റിയെ കുറിച്ചിട്ട് അവരുടെ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള വാക്കുകൾ ഓർത്തിട്ടാണോ? അല്ലെങ്കിൽ ദ എൽഡർലി മാൻസ് ഫോൾ, ആ ഒരു എൽഡറായിട്ടുള്ള ആ ഒരു മാന് അവളെ വിളിച്ചതുകൊണ്ടാണോ അവൾ തിരിച്ചു കൊടുത്തത്? എന്തുകൊണ്ടായിരുന്നു മക്കളെ? യെസ്, ഹെർ പാരൻസ് വേർഡ്സ് അബൌട്ട് ഹോണസ്റ്റി അല്ലേ? ഓക്കെ, ദെൻ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡിഡ് മീര ഫീൽ അറ്റ് എൻഡ് ഓഫ് ദി സ്റ്റോറി? ആ സ്റ്റോറിയുടെ അവസാനം മീരയ്ക്ക് എന്താണ് ഫീൽ ചെയ്തത്? സാഡ് ആൻഡ് വെറീഡ്, ആംഗ്രി ആൻഡ് ടയേർഡ്, പ്രൗഡ് ആൻഡ് ഹാപ്പി, നെർവസ് ആൻഡ് സ്കെയർഡ്. എന്താണ് മക്കളെ? യെസ്, പ്രൗഡ് ആൻഡ് ഹാപ്പി ആണല്ലേ? അവളെ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് പ്രൗഡായിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിലാണ് കൂട്ടുകാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക കേട്ടോ. മക്കളെ നോക്കുക, ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പരിചയപ്പെടും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. റീഡ് ആൻഡ് റൈറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, അതായത് ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു മക്കളെ? ഏകദേശം അതേ മോഡലിലൊരു ക്വസ്റ്റ്യനാണ് ഈ സെക്കൻഡ് ആക്ടിവിറ്റിയും കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ പോലെയല്ല, നമുക്ക് വായിക്കാനായിട്ട് ഒരു സ്റ്റോറി ആയിക്കോട്ടെ, ഒരു പാരഗ്രാഫ് ആയിക്കോട്ടെ, എന്തായാലും അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് അത് വായിച്ചിട്ടാണ് മക്കൾ പിന്നീട് തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ, ഈ ഒരു ആക്ടിവിറ്റിയുടെ പേരെന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ്. അതായത് മക്കളത് സ്റ്റോറി വായിച്ചുകൊണ്ട് അതിനുള്ള ആൻസർ എഴുതുക. നോക്കിക്കേ മക്കളെ. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ച് നോക്കിയിട്ട് അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. നോക്കിക്കേ മക്കളെ. ലാസ്റ്റ് സൺഡേ അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് went to the park near their school. The park looked dull because plastic covers, paper cups and bottles were scattered everywhere. The children felt sad to see the park in such a condition. Anu suggested that they should clean the park instead of just playing. Her friends agreed happily. They brought gloves and bag from home and started picking up the waste. Some children separated plastic and papers, while others swept the ground. After cleaning, they planted a few small saplings near the fence and watered them carefully. The park looked fresh and beautiful again. People who visited the park praised the children for their good work. The children felt proud and promised to keep the park clean every day. ഓക്കെ മക്കളെ, എന്താണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള സ്റ്റോറി? ഒരു ദിവസം ലാസ്റ്റ് സൺഡേ നമ്മുടെ അനുവും കൂട്ടുകാരൊക്കെ പാർക്കിൽ പോയതായിരുന്നു അല്ലേ? അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ആ സമയത്ത് അവരെന്താണ് ആ പാർക്കിൽ കണ്ടിട്ടുള്ളത്? പാർക്ക് ഫുള്ള് ഡല്ലായിട്ട് ഇരിക്കുകയാണല്ലേ? കാര്യം ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റും കവേഴ്സും പേപ്പേഴ്സും ബോട്ടിൽസും ഒക്കെ അവിടെ ചുറ്റുമുണ്ട് അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? അവർ എന്ത് തീരുമാനിച്ചു മക്കളെ? ആ പാർക്കെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അല്ലേ? അങ്ങനെ അവർ അതെല്ലാം ക്ലീൻ ചെയ്തു. ഓരോ വേസ്റ്റിനെ അവരെന്ത് ചെയ്തു? തരം തിരിച്ചൊക്കെ വെച്ചു അല്ലേ? എന്നിട്ട് അവിടെ കുറച്ച് തൈകളൊക്കെ
നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തു അല്ലേ. അങ്ങനെ അവിടെ വന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, അവരെയൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആ കുട്ടികൾ എന്ത് ചെയ്തു, ആ കാര്യത്തിൽ ഒരുപാട് പ്രൗഡായില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, പാർക്ക് എല്ലാ ദിവസവും ഇനി ക്ലീൻ ആക്കി വെക്കും എന്നുള്ളത് അവർ പ്രോമിസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള സ്റ്റോറി. ഇനി കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റോറി വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, Where did Anu and her friends go? അനുവും അനുവിൻ്റെ കൂട്ടുകാരും കൂടി എവിടേക്കാണ് പോയത്? എവിടേക്കാണ് മക്കളെ? ടു ദി മാർക്കറ്റ്, ടു ദി പാർക്ക്, ടു ദി ബീച്ച്, ടു ദി ലൈബ്രറി. എവിടേക്കാണ് മക്കളെ അവർ പോയിട്ടുള്ളത്? ടു ദി പാർക്ക് അല്ലേ, പാർക്കിലേക്കായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ദി പാർക്ക് ലുക്ക് ഡൾ? എന്തുകൊണ്ടാണ് മക്കളെ ആ ഒരു പാർക്ക് ഒരു ഡള്ളായിട്ടുണ്ടായിരുന്നത് കാണാനായിട്ട്? there were not trees, it was raining, waste was scattered everywhere, it was very small. അല്ലേ, അവിടെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, മഴ പെയ്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലായിടത്തും വേസ്റ്റ് ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ പാർക്ക് ചെറിയതായതുകൊണ്ടാണോ? എന്താണ് മക്കളെ? the waste was scattered everywhere അല്ലേ, എല്ലായിടത്തും വേസ്റ്റ് അങ്ങനെ ചിതറി കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഡള്ളായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ദി ചിൽഡ്രൻ ഡു? എന്താണ് കുട്ടികൾ ചെയ്തത്? ദേ വെൻറ്റ് ഹോം, ദേ പ്ലേഡ് ഗെയിംസ്, ദേ ക്ലീൻഡ് ദി പാർക്ക്, ദേ കാൾഡ് ദി ടീച്ചർ. എന്താണ് മക്കളെ അവർ ചെയ്തത്? ദേ ക്ലീൻഡ് ദി പാർക്ക് ആണല്ലോ, അവർ പാർക്ക് ക്ലീൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, പീപ്പിൾ പ്രൈസ്ഡ് ദി ചിൽഡ്രൻ ഫോർ ഡാഷ്. എന്താണ് മക്കളെ? ദ ഗുഡ് വർക്കിൽ, അവരുടെ നല്ല വർക്കിനെയായിരുന്നു അവർ പീപ്പിൾ പ്രൈസ്ഡ് ദി ചിൽഡ്രൻ ഫോർ ദ ഗുഡ് വർക്ക്. അതാണ് മക്കൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അവിടെ മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം നമുക്ക് ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല, ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓപ്ഷൻസ് തരാറുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡിഡ് ദി ചിൽഡ്രൻ ഡു ആഫ്റ്റർ ക്ലീനിങ് ദി പാർക്ക്? ആ ഒരു പാർക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം കുട്ടികൾ എന്താണ് ചെയ്തത്? എന്താ മക്കളെ? ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ദേ വെൻറ്റ് ഹോം, അവർ വീട്ടിലോട്ട് പോയി. ദേ പ്ലാന്റഡ് സാപ്ലിംഗ് അല്ലേ, അവർ ഒരു തൈകളൊക്കെ വെച്ച് അവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേ പ്ലേഡ് ഫുട്ബോൾ അല്ലേ, ഫുട്ബോൾ കളിച്ചു. ദേ വാട്ടേഡ്, അവരതിനൊക്കെ നനച്ചു കൊടുത്തു. എന്താണ് മക്കളെ അവർ ചെയ്തിട്ടുള്ളത്? ദേ പ്ലാന്റഡ് സാപ്ലിംഗ് ആണ് അല്ലേ, സാപ്ലിംഗ് എന്ത് ചെയ്തു, അവിടെ നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് വരെ 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മിസ്സിനൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ ട്യൂഷൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം വരുന്ന 100 കൂട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. മന്ത്ലി വെറും 100 രൂപ മാത്രമായിരിക്കും നിങ്ങളുടെ ഫീ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ മാത്രമല്ല, മക്കൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനും വെറും 100 രൂപ മാത്രമാണ് മന്ത്ലി വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനായിട്ട് വേഗം തന്നെ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3, പിക്ചർ സ്റ്റോറി. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് കെയർഫുള്ളി, ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് ഇൻ ടു എ ഷോർട്ട് നരേറ്റീവ്. അതായത് നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഇവൻറ്റ് മക്കൾ എന്ത് ചെയ്യാനായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലെ പിക്ചർ തന്നിട്ട് ആ ഇവൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ മക്കൾ പിക്ചർ നന്നായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. എന്താണ് മക്കളെ കാണുന്നത്? ആദ്യത്തെ പിക്ചറിൽ 3 കുട്ടികളുണ്ട് അല്ലേ, അവരുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു അപകടം പറ്റി വീണിട്ടുള്ള ഒരു ചെറിയൊരു ബേർഡ് ഉണ്ട് അല്ലേ. പിന്നെ സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കുക, എന്താണ് കാണുന്നത്? അവരതിനെന്തോ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ തേർഡ് പിക്ചറിൽ എന്താണ്? അവരതിനെ വീട്ടിലേക്ക് മറ്റോ കൊണ്ടുപോയിട്ട് അതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നതാണ് കാണുന്നത് അല്ലേ. പിന്നെ ഫോർത്ത് പിക്ചറിലായപ്പോൾ ബേർഡ് എല്ലാം മാറി ഓക്കെ ആയപ്പോൾ അതിനെ പുറത്തേക്ക് തുറന്ന് വിടുന്നതാണല്ലേ അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇവൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. നോക്കിക്കേ മക്കളെ, a group of children saw an injured bird laying on the ground. അല്ലേ, ഒരു ദിവസം കുറച്ച് കുട്ടികൾ എന്ത് കണ്ടു മക്കളെ? ഗ്രൗണ്ടിൽ ഒരു ഇഞ്ചേർഡ് അല്ലേ, അതായത് മുറിവ് പറ്റി കിടക്കുന്ന ഒരു ബേർഡിനെ കണ്ടു. They felt sad and gave the bird some water to drink. അല്ലേ, അത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടമായിട്ട് അവരെന്ത് ചെയ്തു? കുറച്ച് വെള്ളം അതിന് കുടിക്കാനായിട്ട് കൊടുത്തു. They gently placed the bird in a safe box അല്ലേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? പിന്നീട് അതിനൊരു സേഫ് ബോക്സിലേക്ക് മാറ്റിയില്ല, ഒരു പെട്ടിക്കുള്ളിലേക്ക് മാറ്റി. ആൻഡ് took care of it. എന്നിട്ട് അതിനെ നന്നായിട്ട് അതിനെ കെയർ ചെയ്തു അല്ലേ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ബേർഡ് became better and stronger. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബേർഡ് എന്തായി മക്കളെ? ഒരുപാട് ബെറ്റർ ആയില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. Finally, the children opened the box and
ദ ബേർഡ് ഫ്ലൂ എവേ ഹാപ്പിലി. അവസാനം കുട്ടികൾ എന്ത് ചെയ്തു? പെട്ടി തുറന്നു കൊടുത്തു. ആ ബേർഡ് എന്ത് ചെയ്തു? ആ സന്തോഷത്തോടു കൂടിയിട്ട് പറന്നു പോയില്ലേ. ദ ചിൽഡ്രൻ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ദേ ഹെൽപ്ഡ് സേവ് എ ലൈഫ്. ആ കുട്ടികൾ ഒരുപാട് സന്തോഷത്തിലായി. കാര്യം എന്താണ്? അവർ ഒരു ലൈഫിൽ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്തു? സഹായിച്ചു എന്നതിൽ അവർ ഒരുപാട് സന്തോഷിച്ചു അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത്തരത്തിൽ മക്കൾക്ക് എഴുതാവുന്നതാണ്. ഇതുപോലെ ഒരു ഇവൻറ്റ് തരുന്ന സമയത്ത് മക്കൾ ആ പിക്ചർ നോക്കിയിട്ട് എന്താണ് ആ പിക്ചറിൽ കാണുന്നത്, ആ കാര്യമെങ്കിലും മക്കളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി 4th ആക്ടിവിറ്റി നോക്കിക്കേ. 4A ആണ് കേട്ടോ. നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി AB എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്. യു വാണ്ട് ടു നോ അബൌട്ട് the need for good healthy habits. Write a conversation between you and your mom. ഓക്കെ മക്കളെ, നിങ്ങളും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. എന്തിനെക്കുറിച്ചാണ് മക്കളെ? ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മാം, വൈ ഷുഡ് ഐ ബ്രഷ് മൈ ടീത്ത് ഇൻ മോർണിംഗ് ആൻഡ് നൈറ്റ്? അമ്മ, എന്തിനാണ് ഞാൻ രാവിലെയും രാത്രിയും എൻ്റെ എൻ്റെ പല്ല് ബ്രഷ് ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം അമ്മ എന്ത് പറയുന്നുണ്ട്? ഇഫ് വി ഡോണ്ട് ബ്രഷ് ജേംസ് ഗ്രോ ദർ ആൻഡ് കോസ് cavities and bad smell and tooth pain. ഓക്കെ, എന്താ മക്കളെ അമ്മ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ജേംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് പല്ലിന് വേദനയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത്? ബട്ട് വൈ ഷുഡ് ഐ ടേക്ക് എ ബാത്ത് എവരി ഡേ? അപ്പം ഞാൻ എന്തിനാണ് ദിവസവും കുളിക്കുന്നത് എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം അമ്മ എന്താണ് പറയുന്നത്? ബിക്കോസ് യു വിൽ ഫീൽ നൈസ്, ക്ലീൻ ആൻഡ് ഫ്രഷ് അല്ലേ. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെയാണ് കുളിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ചോദിച്ചത് മക്കളെ? മാം, ഡോണ്ട് മേക്ക് മീ ഈറ്റ് വെജിറ്റബിൾസ് എവരി ഡേ, ഐ ഡോണ്ട് ലൈക്ക് ദം. എന്ന് എന്നെ എന്ത് ചെയ്ത്? ഈ വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികൾ കഴിപ്പിക്കരുത്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം അമ്മ എന്താണ് പറഞ്ഞത്? ഈറ്റിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മേക്ക് യു സ്ട്രോങ് ആൻഡ് ഹെൽത്തി. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ നിന്നെ ഒരുപാട് സ്ട്രോങ്ങും ഹെൽത്തി ആക്കും അല്ലേ. ദേ ഗിവ് യു എനർജി, റൺ, വാക്ക് ആൻഡ് പ്ലേ. നിനക്ക് കളിക്കാനും ഓടാനും ചാടാനൊക്കെയുള്ള എനർജി ആരാണ് തരുന്നത്? അവരാണ് തരുന്നത് അല്ലേ. അപ്പം അടുത്ത് നിങ്ങൾ എന്താ പറയുന്നത്? ഓക്കെ, ദെൻ ഐ വിൽ ഈറ്റ് ദം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കഴിക്കാം എന്ന് പറയാണ്. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം മക്കളെ? നമ്മുടെ ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ധാരണ വേണം. എങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ള കോൺവെർസേഷനൊക്കെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെ 4th B ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഒരു കോൺവെർസേഷനാണ്. അരുൺ ലൈക്സ് ടു പ്ലേ ഇൻ ദി റെയിൻ. ഹി വാണ്ട്സ് ടു ടോക്ക് ടു ഹിസ് ടീച്ചർ അബൌട്ട് റെയിൻ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അരുൺ ആൻഡ് ഹിസ് ടീച്ചർ. അടുത്തത് അരുണും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ് അല്ലേ. അരുണിന് എന്ത് വേണം മക്കളെ? മഴയത്ത് കളിക്കണം അല്ലേ. ഓക്കെ, അപ്പം നോക്കിക്കേ മക്കളെ. അരുൺ, ടീച്ചർ, വൈ ഓൾ ആർ ഹാപ്പി വെൻ ഇറ്റ്സ് റെയിനിങ്? എന്തുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും ഇത്ര സന്തോഷത്തിലിരിക്കുന്നത് എന്നവന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു? ബിക്കോസ് റെയിൻ ബ്രിങ്സ് വാട്ടർ ആൻഡ് ഇറ്റ് മേക്ക് എവറിത്തിങ് ഫ്രഷ്. ഓക്കെ, ദെൻ അരുൺ എന്താണ് ചോദിക്കുന്നത്? ഐ ലൈക്ക് ടു പ്ലേ ഇൻ ദി റെയിൻ. എനിക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ടീച്ചർ പറയാം, ദാറ്റ്സ് ഫൺ ആൻഡ് അരുൺ ബട്ട് ബി സേഫ് അല്ലേ. അത് നല്ല രസമാണ്, പക്ഷെ നമ്മളെപ്പോഴും നല്ല സുരക്ഷിതമായിട്ടിരിക്കണം അല്ലേ. അരുൺ, ഐ വിൽ വെയർ എ റെയിൻ കോട്ട്. ഞാൻ എന്ത് ചെയ്യാം? റെയിൻ കോട്ട് ധരിക്കാം അല്ലേ. റെയിൻ കോട്ട് ധരിച്ചിട്ട് ഞാൻ മഴയത്ത് കളിക്കാം. അപ്പോൾ ടീച്ചർ പറയണം, ഓക്കെ, വെരി ഗുഡ് അല്ലേ. അത് നല്ല കാര്യമാണ്. കാര്യം നമുക്ക് മഴയത്ത് കളിക്കുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് മഴയൊന്നും അധികം കൊള്ളുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മക്കളെ? പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മൾ സേഫായിട്ട് ഇരുന്നിട്ട് വേണം മഴയത്തൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ അരുൺ എന്ത് പറഞ്ഞു? ഞാൻ റെയിൻ കോട്ട് ധരിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ? ഇനി നമുക്ക് 5th ആക്ടിവിറ്റിയിലോട്ട് പോകാം. അവിടെ നമുക്ക് AB എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾ ചെയ്താൽ മതി. ഒന്ന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എഴുതാനും ഒന്ന് നമുക്ക് പോസ്റ്റർ എഴുതാനുമാണ്. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് വൺ അഡ്വർടൈസ്മെൻ്റ് ആണ്. യുവർ സ്കൂൾ ഹാസ് എ വെജിറ്റബിൾ ഗാർഡൻ. യു വാണ്ട് ടു സെൽ ഫ്രഷ് ആൻഡ് പോയ്സൺ ഫ്രീ വെജിറ്റബിൾസ്. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ഇറ്റ്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരു പരസ്യം തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിൽ എന്തുണ്ട്? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് ആയിട്ടുള്ള, അതായത് പോയ്സൺ ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾസൊക്കെ സെല്ല് ചെയ്യുക അല്ലെ, വിൽക്കാം. അതിനായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, നമ്മളവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസ് എന്ന് കൊടുത്തു അല്ലേ. ഫ്രഷ്ലി പിക്കഡ് ഫ്രം അവർ സ്കൂൾ ഗാർഡൻ, പോയ്സൺ ഫ്രീ ആൻഡ് ചീപ്പ് പ്രൈസ് അല്ലേ. അവൈലബിൾ ഓൺ എവറി ഫ്രൈഡേ, ഹെൽത്തി, ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്യാപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ പോസ്റ്റർ നോക്കിക്കേ മക്കളെ.
Your friends like to eat junk food like pizza, burger. You want to make them aware of eating healthy food. Prepare a poster to ബി ഡിസ്പ്ലേഡ് ഇൻ യുവർ ക്ലാസ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതാണ് ഇഷ്ടം. അതായത് ഈ പിസ്സ, ബർഗർ പോലെയുള്ളൊക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, അവരെ നിങ്ങൾ അതിൽ നിന്ന് അവെയർ ചെയ്യുകയാണ് അല്ലേ, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളത് അവയർനെസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഒരു പോസ്റ്റർ മക്കളടുത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് കൊടുക്കാം പോസ്റ്റർ? അവോയ്ഡ് ജങ്ക് ഫുഡ് അല്ലേ, ജങ്ക് ഫുഡ് ഈസ് ടേസ്റ്റി ബട്ട് നോട്ട് ഹെൽത്തി. സ്റ്റോപ്പ് ജങ്ക് ഫുഡ്, സ്റ്റാർട്ട് ഗുഡ് ഫുഡ്. ചൂസ് ഫ്രൂട്ട്സ് നോട്ട് ഫ്രൈസ്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. സ്റ്റേ ഹെൽത്തി. ഇതിൽ ഒരുപാട് കോഡ്സ് പറയാം. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് മക്കൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് ചെയ്താലും മതി. നോക്കിക്കേ, ജങ്ക് ഫുഡ് ഈസ് ടേസ്റ്റി ബട്ട് നോട്ട് ഹെൽത്തി അല്ലേ. ജങ്ക് ഫുഡ് നല്ല ടേസ്റ്റിയാണ്, പക്ഷെ അതെന്തല്ല മക്കളെ, ഹെൽത്തി അല്ല അല്ലേ. ആ ഒരു സെൻറ്റൻസ് മാത്രം മക്കൾ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ എക്സാമിന് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യവും വരുള്ളൂ. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ മാക്സിമം കൂട്ടുകാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യം വരുന്ന 100 പേർക്ക് മാത്രമേ ഈ ഒരു അവസരമുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.